ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ബ്ലോക്കൊന്നുമില്ല, അപകടമായിട്ടൊന്നും ഇല്ല കേട്ടോ. ആംബുലൻസ് വന്നേ ചിറ്റാറിയിൽ നിന്നെങ്ങാണ്ടും 108 ആംബുലൻസാണ് വന്നത്. നമ്മുടെ തണ്ണിത്തോട്ടിലൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല. പിന്നെ ദൈവാധീനമായി വിൽക്കാറ് ആംബുലൻസൊക്കെ വരേണ്ടി വന്നേനെ. ഇത് കണ്ടോ, എൻ്റെ വണ്ടി ഞങ്ങളുടെ ഭാഗ്യം. എൻ്റെ അളിയൻ എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് മാത്രം ഞാൻ ചവിട്ടിയത്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടത്തില്ല, നേരെ ഇറങ്ങി പോകത്തുള്ളായിരുന്നു. ഈ കാറ്റ് വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ. ഒന്നും പറയണ്ട കൂട്ടുകാരെ. അതുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ റബ്ബറും കാര്യങ്ങളെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. ഇത്ര ഇടയേ ഉള്ളൂ കണ്ടോ. എൻ്റെ വീടിൻ്റെ ആ നേരെ അടിവശത്തോട്ടാണ് എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൻ്റെ മണ്ടയിലൊക്കെ മരം വീണിട്ടുണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറാണ്. ഇന്നത്തെ ഞങ്ങളുടെ കാറ്റ് ബാധിച്ചേക്കുന്നത് നോക്കി. എൻ്റെ വീടിൻ്റെ ബാക്കിൽ നിന്ന് റബ്ബർ മൊത്തവും പോയി. നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, എൻ്റെ ഷെഡാണ് ഇത്, എൻ്റെ വണ്ടി ഷെഡാണ്. 2 വണ്ടി ഇവിടെ കിടക്കുവാണ്. ഇത് കണ്ടോ, ഭയങ്കര കാറ്റായിരുന്നു. എൻ്റെ താഴത്തെ വീടിൻ്റെ മണ്ടയിലെല്ലാം വീണു. റബ്ബർ വീടിൻ്റെ അതിന് മണ്ടയിൽ വീണു. 2, 3, 4 ഈ എല്ലാം ഓരോ ചേർത്ത കറ വീതം കിട്ടുന്ന റബ്ബറാണ് പോയത്. 5, 6, 7 മൂട് റബ്ബർ പോയി. ഇത് കണ്ടോ, ഇത് ഇപ്പുറത്തോട്ട് മറിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് നോക്കിക്കോണേ നിങ്ങളെ. കണ്ടോ, ഇത് മാത്രമല്ല, നോക്കേ, ഇത് കണ്ടോ, എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കി നിന്ന മരങ്ങളെല്ലാം പൊടിഞ്ഞു. കേട്ടെ, തെങ്ങിൻ്റെ വരുമെന്ന് നോക്കേ. അതുകൊണ്ട് ആ തെങ്ങ് മൊത്തവും പോയി. ഏതാ കണ്ടോ, ഇതേണ്ട. ഇതാണ് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ ദിവസം എത്ര വണ്ടിയാണ് ഇതിനകത്ത് ഇരുന്നതെന്ന് നോക്കേ. ഇതെല്ലാം പോട്ടെ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പെട്ടത് ഇറങ്ങി വരുമായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കേ, വലിയ മരം കണ്ട റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ആ മരത്തിൻ്റെ അവിടെ വന്ന് വണ്ടി ഇച്ചിരി വലതുവശം ചേർന്നാണ് വന്നത്. ചേർന്ന് വന്നതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ ചവിട്ടി. ഇത് കണ്ടോ, ഇത് കണ്ടോ, എൻ്റെ ഭാഗ്യം. ഇവിടുന്നേ ഞാൻ തണ്ണിത്തോട്ടിൽ നിന്ന് വന്നായതുകൊണ്ട് രക്ഷപ്പെട്ടു. കോന്നിയിൽ നിന്ന് വല്ലതാണെങ്കിൽ നേരെ ഫ്രണ്ട് പോയിട്ട് റിവേഴ്സാണ് ഇറങ്ങി വരുന്നത്. നിങ്ങൾ നോക്കേ, എൻ്റെ വണ്ടി ഇവിടെ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഞാനിവിടെ ചവിട്ടി. ഇത് കണ്ടോ, ഈ തേക്കും കമ്പ് എൻ്റെ വണ്ടിയുടെ മണ്ടേ വീഴേണ്ടതാണ്. ഞാൻ മുന്നിലോട്ട് നോക്കിയപ്പോഴേ ഇത് കണ്ടോ, ഇടതുവശത്ത് വീഴുന്നു, ബാക്ക് വീഴുന്നു. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ ചോട്ടി വയ്ക്കുമ്പോഴാണ് വേണ്ടേ, ഫ്രണ്ടിൽ വീഴുന്നു, അവിടെ വീഴുന്നു. മൊത്തത്തിൽ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ബൊലോറ ഇവിടെ കൊണ്ട് ഞാൻ ചവിട്ടി കേട്ടോ. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇന്ന് വാർത്തയെ കാണാമായിരുന്നു. ബൊലോറയുടെ മണ്ടേ തടി വീണ് ഞാനും ഉണ്ടായിരുന്നു, അളിയനും ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മണ്ടൊന്നും ഇല്ല, മണ്ടയല്ല. അതുകൊണ്ട് തേക്കിൻ്റെയൊക്കെ മണ്ട നോക്കേ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട, ഭാഗ്യം കൊണ്ട്. എന്തോ കാറ്റായിരുന്നു അറിയാവോ. ഇത് കണ്ടോ, ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ മുൻവശത്തെ മരം ഒടിഞ്ഞു വീഴുന്നു. ആ റോഡേ കിടക്കുന്നത് കണ്ടോ. പുറമോട്ട് നോക്കിയപ്പോൾ അളിയനിരുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലേ കറക്റ്റ് എൻ്റെ വണ്ടിയുടെ മണ്ട ഇത് വീഴുക. ഞാനിവിടെ വണ്ടി ചവിട്ടത്തില്ല, വണ്ടി ഇവിടെ ചവിട്ടത്തില്ല. കണ്ടോ, ഞാനിവിടെ ചവിട്ടത്തില്ലായിരുന്നു. വേണ്ട, ഒരു ആംബുലൻസ് വരും. എവിടെയോ അപകടം നടന്നിട്ടുണ്ട്, എന്തോന്നറിയില്ല. ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. നിങ്ങൾ നോക്കിയോ. പിന്നെ ആംബുലൻസ് വരുന്നേ മരമല്ല വീണാണോ? അതുകൊണ്ടോ ആംബുലൻസ് എന്തുവാന്ന് അറിയത്തില്ല, നമുക്ക് വിളിച്ചു ചോദിക്കാം. 108. അപ്പം 108 അത് ചിറ്റാറിയെന്നോ സീരത്തോട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്ന വണ്ടിയാന്ന് തോന്നുന്നു, ഒന്നും അറിയില്ല. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, എൻ്റെ പെരയുടെ മണ്ട, എൻ്റെ വണ്ടി ഇവിടെ കിടക്കുമായിരുന്നു. എൻ്റെ വണ്ടി ഇവിടെ വരെ വന്ന കൂട്ടുകാരെ, ഒന്നും